വാട്ട്സ്ആപ്പ് യൂട്യൂബ്. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളിപ്പം വീഡിയോയുടെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഈ ചാനൽ 100K ആൾക്കാർ കാണാൻ തുടങ്ങി, അതായത് 1,00,000 സബ്സ്ക്രൈബേഴ്സ് കാണാൻ തുടങ്ങി. ഇതൊരു സന്തോഷിക്കേണ്ട ടൈമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം എഞ്ചിനീയറിംഗ് കോളേജിലെ ആൻസർ ഷീറ്റുകൾ കണ്ടു തുടങ്ങിയ സമയത്ത് മുതൽ ഞാൻ പറയാറുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് സംഖ്യകൾ ഒരിക്കലും വിജയത്തിൻ്റെ പ്രതീകമായിട്ട് ഞാൻ കാണുന്നില്ല. അതൊരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാണെങ്കിലും പിന്നെ എനിക്ക് മനസ്സിലായത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്പേഴ്സ് ഡസൻറ്റ് കൗണ്ട് ടു യുവർ സക്സസ്. അപ്പം 1,00,000 സബ്സ്ക്രൈബേഴ്സായി. ഇപ്പോൾ ഇതൊരു സക്സസ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്തരം വ്യൂവേഴ്സിനെ വേണമെന്ന്. അതിൻ്റെ ഒരു മെയിൻ റീസൺ കൊണ്ടാണ് ഞാൻ ഒരിക്കലും എൻ്റെ ചാനൽ ആൾക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തത്. നിങ്ങൾക്ക് കണ്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാമെന്നുള്ളൊരു സിസ്റ്റം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സബ്സ്ക്രൈബ് എന്ന് പോലും പറയാത്തത് വീഡിയോനകത്ത്. പക്ഷേ അവസാനമാകുമ്പോൾ ആ മറ്റേ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ വരും കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത് എൻ്റെ ഒരു അച്ചീവ്മെൻറ്റിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റാണ്. കാരണം ഞാനിത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മളൊരാളെ പുതിയതായിട്ട് കണ്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് വരും. നമുക്കാളെ വിശ്വസിക്കണോ എന്നുള്ളതൊക്കെ ഒരു 2 തവണ ആലോചിക്കേണ്ട ഈ ഒരു കാലഘട്ടത്തിൽ മുഖം പോലും കാണിക്കാതെ വീഡിയോ ചെയ്യുന്ന ഒരാൾ, കാര്യങ്ങൾ പറയുന്ന ഒരാൾ, അയാളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങളെ വിശ്വസിക്കുന്നുമുണ്ട്, അങ്ങനെ 1,00,000 ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ചാനലിൻ്റെ സക്സസ് ആണെന്ന് ഞാൻ പറയില്ല, ഒരു മൈൽ സ്റ്റോൺ ആണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു നമ്പറല്ല ഒരിക്കലും ഒരു സക്സസ് ആയിട്ട് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചാനൽ വിശ്വസിച്ച് ഇതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. സത്യമായിട്ടും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് നിങ്ങളോട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നന്ദി മാത്രമേ ഉള്ളൂ എന്ന്. അതല്ല, ഗിവ് അവേസും കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു ഗിവ് അവേ ഇന്ന് ഞാൻ ചെയ്തു, ഇന്നാണ് ഞാൻ അതിൻ്റെ റിസൾട്ട് കിട്ടത്. ഇനിയും ഗിവ് അവേ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ സ്പോൺസേഴ്സിന് കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ബബിൾഗം മുതൽ ബിക്നി വരെ പ്രൊമോട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇമെയിലുകൾ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കൊക്കെ വേണ്ടേ, അതായത് നമ്മളെപ്പോലത്തെ ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ബൈക്ക് പ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഉപയോഗമുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുമെന്ന് വെച്ചിട്ട് ഞാൻ ഇതുവരെ ആൾക്കാരെ ഒരുപാടൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്നെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞാൻ അവരായിട്ട് കൊളാബറേഷൻ ചെയ്യും. ഞാൻ അതിൽ കൂടെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഗിവ് അവേ ചെയ്യും. പിന്നെ ഒരിക്കലും ഗിവ് അവേ എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സിനെ വാങ്ങാനോ അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ഗിവ് അവേ എന്ന് എൻ്റെ ഭാഷയിൽ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വീഡിയോ കഴിയുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. നിങ്ങളത് ആവശ്യത്തിലേറെ കാട്ടുന്നുണ്ട്, എനിക്കറിയാം. അതിന് ഞാൻ തിരിച്ച് നിങ്ങളോട് കാട്ടുന്ന ഒരു ലവാണ് എൻ്റെ ഗിഫ്റ്റ്. അതാണ് ഞാൻ ഗിവ് അവേ ആയിട്ട് കാണുന്നത്. അപ്പം ഇനി അടുത്ത ഗിവ് അവേക്ക് എങ്ങനെ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. പക്ഷേ അതിന് പകരമായിട്ട് ചാനലിൽ നല്ല നോളജബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെയൊക്കെ നോക്കി അവരെ സെലക്ട് ചെയ്ത് ഞാൻ അവർക്ക് ഗിവ് അവേ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഐഡിയയും കൂടെ മനസ്സിലുണ്ട്. അപ്പം എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, ഈ ഒരു മൈൽ സ്റ്റോൺ ഞാൻ വീഡിയോ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പോസ്റ്റ് പോലും ഇടണമെന്ന് വിചാരിച്ചല്ല. പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് 1 lakh ആവാൻ പോകുന്നു. ഇപ്പോൾ ശരിക്കും ആയിട്ടില്ല, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും 1 lakh ആയിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സന്തോഷത്തിൻ്റെ ലെവൽ എപ്പോഴും സെയിമാണ്. നിങ്ങളിൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിൽ, എൻ്റെ വീഡിയോസിൽ വിശ്വാസം ഉറപ്പിക്കുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞാൻ സന്തോഷിക്കും വേണം. അതിൽ കൂടുതലായിട്ട് ഞാൻ കുറച്ചുകൂടി പേടിക്കും വേണം. കാരണം എൻ്റെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗത്തുള്ള തെറ്റുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കണം എന്നല്ല, ഒരിക്കലും തെറ്റുണ്ടാകാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ വീണ്ടും കുറേ നിങ്ങൾക്കൊക്കെ ഉപയോഗമുള്ള വീഡിയോസൊക്കെ ചെയ്ത് നമുക്കിങ്ങനെയൊക്കെ തന്നെ പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കുറച്ച് പേർക്കെങ്കിലും ഒരു ചോദ്യം ഉണ്ടാവും, എന്തിനതാ ഇതൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നു, മുഖം അങ്ങോട്ട് തുറന്നു കാട്ടിക്കൂടെയെന്ന്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ കുറച്ച് കാലം മുമ്പ് ചെയ്തിരുന്നു, ഒരു 2 മാസം മുമ്പ്. അപ്പോൾ ആ വീഡിയോൻ്റെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളിലുള്ള പോയിൻ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ മുഖം കാണിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അറിയും. എനിക്ക് പറയാനുള്ളത്, പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ എൻഡ് ടു എൻഡ് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഒരു 10,000-80,000 പേര് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. 30 മിനിറ്റ് വീഡിയോ ആണ് കേട്ടോ. അത് ഒരു ഷോർട്ട് ഫിലിമിനേക്കാളൊക്കെ വലിയൊരു വീഡിയോ ആണ്. ഞാനിങ്ങനെ തുറന്ന് സംസാരിച്ചൊരു വീഡിയോ ആണ്. അപ്പം പറ്റുവാണെങ്കിൽ സമയമുണ്ടെങ്കിൽ എൻഡ് ടു എൻഡ് കാണാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 2 പോയിൻറ്റുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, 2 ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ടാണ് മുഖം കാണിക്കാത്തതെന്ന് മനസ്സിലാവും. പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കുന്നവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ എനിക്ക് ആ നന്ദി എപ്പോഴും തുറന്ന് പ്രകടിപ്പിക്കാൻ പറ്റിയെന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ബൈക്കുകളെ കുറിച്ചുള്ള ഡൗട്ട്, കുറേയൊക്കെ അപ്രീഷിയേഷൻസ്, പിന്നെ വേറെ കുറേ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് രണ്ടും അല്ലാത്ത. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മാക്സിമം ബൈക്കുകളെ കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരുപാട് പേര് ജസ്റ്റ് ഒരു ഹായ് അയച്ച് വിടുന്നുണ്ട്. അത് ഹായ് 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 അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, ചായ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അവരോടൊന്നും എനിക്ക് ദേഷ്യമില്ല.
പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് മെസ്സേജുകൾ വരുമ്പം സീരിയസ് ആയിട്ടുള്ള പല മെസ്സേജുകളും എന്നെ മിസ്സാവുന്നുണ്ട്. ഒരു ദിവസം എന്നെക്കൊണ്ട് ആവുന്നത് ഒരു 10 മുതൽ 20 മെസ്സേജ് വരെ റിപ്ലൈ ചെയ്യാമെന്ന്. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം എത്രത്തോളം മെസ്സേജ് വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വേണ്ടാതെയാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഡിക്ലൈൻ ഓളൊന്ന് അടിച്ച് നോക്കി. എനിക്കത് ചെയ്യാൻ ഭയങ്കര മടിയുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ചെയ്തു. ഒരു ദിവസം എത്ര മെസ്സേജ് വരാറുണ്ട്. അന്ന് എനിക്ക് 80-ൽ കൂടുതൽ മെസ്സേജുകളാണ് വന്നത്. 80 കൂടുതൽ മെസ്സേജ് എനിക്ക് എന്നെപ്പോലെ ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ബട്ട് സ്റ്റിൽ നിങ്ങളൊന്ന് ഒന്നുകൂടെ പിങ് ചെയ്ത് നോക്കുക. സീരിയസ് ആയിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് എഴുതി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ അവിടെയും ഫോളോ ചെയ്യാം. എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഈ വീഡിയോയിൽ പറയുള്ളൂ. അപ്പം ഇനി വരാനിരിക്കുന്ന വീഡിയോസിന് വേണ്ടിയിട്ട് ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. See you in the next video. Until then, goodbye.